ഹായ് ഹലോ ഇന്നൊരു അടിപൊളി ലെമൺ കേക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ഒന്ന് ബീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 12 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പൊടിക്കാത്ത പഞ്ചസാര ആയാലും കുഴപ്പമില്ല. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മുട്ടയുടെ ഒക്കെ കളറൊന്ന് വൈറ്റ് കളറാവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറാവുന്ന രീതിയിലായിരിക്കണം ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് 12 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഫ്ലോർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 12 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് 2 ബാച്ചായിട്ട് ഈ ഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റത്തെ ബാച്ചായിട്ട് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് ഫ്ലോറും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് ഒരു സ്പാച്ചിന വെച്ചിട്ട് സൈഡിലുള്ള മാവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സമയം തന്നെ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നേരം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മോൾഡാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് ബേക്ക് ചെയ്യാനായിട്ട്. അതിലേക്ക് ഫുള്ളായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 150 ഡിഗ്രിയിൽ 35 മിനിറ്റ് നേരമാണ് കേട്ടോ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഉള്ള സമയം. ആ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു ചെറുനാരങ്ങയുടെ ഫുള്ള് ആയിട്ടുള്ള നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം.
കറക്റ്റ് 35 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെറുനാരങ്ങ നീരും പഞ്ചസാരയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് പൊടിച്ച പഞ്ചസാര ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. ലാസ്റ്റായിട്ട് ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റും അപാര ടേസ്റ്റാണ്. ആ പുളിയും മധുരം ഒക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ ഈ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.